ആരാധിപ്പാൻ എനിക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞെന്നു രസിച്ചപ്പോഴും നീ മാത്രമാണെന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണെന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. കാലുകളേറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എൻ്റെ നിനവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 12-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞ് വരുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഉന്നത ദർശനങ്ങളും തന്നെ വിനയപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ബലഹീനതകളും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന് വിശ്വസിക്കുന്നവരേക്കാൾ, തന്നിൽ വിശ്വസിക്കുന്നവരേക്കാൾ തന്നിൽ ആശ്രയിക്കുന്നവരെയാണ് ഇഷ്ടം. എങ്ങനെ? വിശ്വസിക്കുന്നവരേക്കാൾ തന്നിൽ ആശ്രയിക്കുന്നവരെയാണ് കാര്യം. വിശ്വാസം നല്ലതാണ്, വിശ്വസിക്കുന്നതിന് സകലവും കഴിയും. നമ്മുടെ രക്ഷ പോലും വിശ്വാസത്തിന് അധിഷ്ഠിതമായാണ് ഇരിക്കുന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നാമും നമ്മുടെ കുടുംബവും കൂടെ രക്ഷ പ്രാപിക്കും. എന്നാൽ തന്നിൽ ആശ്രയിക്കുന്നവരെന്ന് വെച്ചാൽ ആശ്രയം വേറൊന്നുമില്ല. ഡോക്ടർമാരിൽ ആശ്രയിക്കാൻ പറ്റാതെ വരിക, നമ്മുടെ സ്നേഹിതരിലൊന്നും ആശ്രയിക്കാൻ പറ്റാതെ വരിക. കാര്യം ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആരെയും ആശ്രയം വെക്കാൻ പറ്റുന്നില്ല, ആരിലൂടെ ഒരു വിടുതൽ ലഭിക്കുന്നില്ല. ഇങ്ങനെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആശ്രയം യേശുവിലാകട്ടെ, ആശ്രയം ദൈവ വചനത്തിലാകട്ടെ. കർത്താവ് തന്നിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അതിൻ്റെ 40-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എന്നിട്ട് പറഞ്ഞു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് കയറും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ച് പോകാതെ നടക്കുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഈ ഭൂമിയിൽ നിങ്ങളുടെ മക്കളിലോ സമ്പത്തിലോ പ്രിയപ്പെട്ടവരോ നിങ്ങളുടെ ആരോഗ്യത്തിലോ സൗന്ദര്യത്തിലോ ഒക്കെ ആശ്രയിച്ച് പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് കളഞ്ഞ് കർത്താവിൽ ആശ്രയിക്കണം. ഇതെല്ലാം ക്ഷണികമാണ്, നഷ്ടപ്പെടാവുന്നതാണ്. സ്നേഹമൊക്കെ, ഈ ലോകത്തിൻ്റെ സ്നേഹവും ഇതുമൊക്കെ കുറഞ്ഞു പോകാം. ഇന്ന് നിങ്ങളെ ഏറ്റവും നല്ലതെന്ന് പറയുന്നവർ ചില ദിവസങ്ങൾക്കകം നിങ്ങളെ കൊള്ളത്തില്ലെന്ന് മറ്റുള്ളവരോട് പറയും. എന്നാൽ എന്നെയും നിങ്ങളെയും പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയുന്നത്, ഒരിക്കലും തള്ളിക്കളയാത്തത്, അത് കർത്താവ് മാത്രമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ബലഹീനത, അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം അവനോട് പറഞ്ഞു, എൻ്റെ കൃപയാണ് നിനക്ക് വേണ്ടത്, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പം ചില ആളുകൾ ഇതിനെ രോഗമായി ചിത്രീകരിക്കാറുണ്ട്. അപ്പം തന്നെ രോഗം ഒരു ശാരീരിക ബലഹീനത അങ്ങനെ തന്നെയാണ്, ശരീരത്തിൻ്റെ ബലഹീനതയാണ്. പക്ഷേ ദൈവമക്കൾക്ക് ആ ശാരീരിക ബലഹീനത വരുമ്പോൾ ദൈവത്തെ അപേക്ഷിക്കുന്നവർക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം തള്ളിക്കളയത്തില്ല എന്നാണ്. ആശ്രയിക്കുന്നവർക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ, ദൈവത്തെ നോക്കി നിൽക്കുന്നവർക്ക്, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ദൈവം ശക്തിയെ നൽകുന്നു. ബലമില്ലാത്തവന് ബലം നൽകുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും. എന്നാൽ ഈ വേദഭാഗത്ത് പറയുന്നത്, അപ്പോസ്തലൻ പറയാണ്, ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ ജഡത്തിൽ എനിക്ക് ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. എന്നിട്ട് അപ്പം കർത്താവ് പറയാണ്, അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പം ചില ആളുകൾ പെട്ടെന്ന് ആ ഭാഗം വായിക്കുമ്പം ചിന്തിച്ചിട്ട് പറയാറുണ്ട്, ദൈവം അവന് ശൂലം കൊടുത്തു, അല്ലെ കുത്താൻ കൊടുത്തു, രോഗം കൊടുത്തു. രോഗം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവവചനം അത് പറയുന്നില്ല. രോഗസൗഖ്യമാണ് ദൈവം തരുന്നത്. രോഗസൗഖ്യമാണ്, വിടുതലാണ് ദൈവമക്കളുടെ അവകാശം. അപ്പം ആരാണ് ഇതെല്ലാം ചെയ്യുന്നത്? മോഷ്ടിക്കാൻ വരുന്നത് എപ്പോഴും പിശാചാണ്. നമ്മുടെ ആരോഗ്യമായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, അത് ജീവൻ നൽകാൻ വന്നത് യേശുവാണ്. അപ്പം അതുകൊണ്ട് കർത്താവ് ശക്തി നൽകുന്ന കർത്താവാണ്, ശക്തി എടുത്തു കളയുന്ന കർത്താവല്ല. അപ്പോസ്തലന്മാർക്ക് മീൻ അവരുടെ പിടിച്ചോണ്ട് പോകുന്ന കർത്താവല്ല, അവരുടെ വലയിൽ പെരുത്ത മീൻകൂട്ടത്തെ നൽകുന്ന കർത്താവാണ് യേശു. നാം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ ബലഹീനതയിൽ നമുക്ക് ശക്തി നൽകുന്നത്. പക്ഷേ ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഈ ബലഹീനത എന്താണ്? ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കണം, ഞാൻ സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. എന്നിട്ട് പറയാണ്, അത് എന്താണ് ബലഹീനത? അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇനി എൻ്റെ ശരീരത്തിലെ ബലഹീനത ആയിക്കോട്ടെ, ക്ഷീണമായിക്കോട്ടെ, കയ്യേറ്റമായിക്കോട്ടെ, ബുദ്ധിമുട്ടായിക്കോട്ടെ, ഉപദ്രവമായിക്കോട്ടെ, ഞെരുക്കമായിക്കോട്ടെ എന്നിവ സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുക. കാര്യം എന്നാ? ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ധൈര്യത്തോടെ വിളിച്ചു പറയണം, യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും എനിക്ക് ജയമുണ്ടെന്ന് വിശ്വസിക്കണം. അത് വിളിച്ചു പറയണം. ദൈവത്തിൻ്റെ കൃപ അതെൻ്റെ മേലുണ്ടെന്ന് വിശ്വസിക്കണം. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണെന്ന് ദൈവം പറഞ്ഞ കാര്യം മറന്നു പോകുക. ആരുടെ ശക്തിയാണ്? ദൈവശക്തി. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു വിധത്തിൽ ബലഹീനരായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആശ്രയിക്കേണ്ട ഒരു വ്യക്തി, നിങ്ങൾ രോഗത്തിലൂടെ ശാരീരികമായൊരു ബലഹീനതയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടെങ്കിൽ, അതിലും മെഡിസിനൊക്കെ നല്ലതാണ്, ട്രീറ്റ്മെൻറ്റ് നല്ലതാണ്. പക്ഷെ ചില മെഡിസിൻ കഴിച്ച് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് പൂർണ്ണമായി പിൻപറ്റാൻ പറ്റത്തില്ല. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് ദൈവത്തിന് കഴിയും. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക. വൈദ്യശാസ്ത്രം നിങ്ങളെ ഉപേക്ഷിച്ച വ്യക്തിയാണ് നിങ്ങൾ ഇന്നെ കേൾക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ബലഹീനതയിലും നിങ്ങൾക്ക് ബലം നൽകാൻ ശക്തമാണ്. അതുകൊണ്ട് നിങ്ങളിന്ന് ആശ്രയിക്കണം. മരുന്നിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിലൊന്ന് ആശ്രയിക്കണം, വിശ്വസിക്കണം. ഇതൊന്നും ഉപയോഗിക്കില്ലെന്നല്ല, മരുന്നൊക്കെ രോഗിക്ക് ആവശ്യമാണ്, രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമാണ്, വിഷയങ്ങൾ വരുമ്പോൾ ഓരോന്നിനും ഓരോന്ന് ആവശ്യമാണ്. പക്ഷെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവരാ ശക്തിയെ പുതുക്കുന്നത്.
കർത്താവിൻ്റെ സന്നിധിയിൽ അന്നേരം തളർന്നു പോകാതെ വിശ്വാസത്തിനപ്പുറത്ത് എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ, എല്ലാം വിഷയമായിരിക്കുമ്പോൾ, നാളെ എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിൽ ആശ്രയം വെക്കുന്നവരെയാണ് കർത്താവിന് ഇഷ്ടം. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഇവരുടെ വിഷയങ്ങൾ, മറുപടിയില്ലാത്ത വിഷയങ്ങൾക്ക് കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വെക്കാൻ ഇന്ന് ഓരോ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ധൈര്യത്തോടെ അത് വിളിച്ചു പറയാനും യേശു ക്രിസ്തു മുഖാന്തരമുള്ള ശക്തിയെക്കുറിച്ച് തിരിച്ചറിയാനും അവരുടെ ബലഹീനതയിൽ ദൈവശക്തി തികഞ്ഞു വരുന്നത് ഇന്ന് തിരിച്ചറിയാൻ ഓരോ പ്രിയപ്പെട്ടവർക്കിടയാണ്. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ പരിപൂർണ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്.